വെടിനിർത്തലിനുള്ള ഇസ്രയേൽ നിർദ്ദേശം തള്ളി ഹമാസ്. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രയേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന വാർത്ത വരുന്ന അപ്പോഴാണ് അമേരിക്കൻ ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂലികളും ഇസ്രയേൽ അനുകൂലികളും തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്ന വാർത്തകൾ വരുന്നത്. മധു കൊട്ടാരക്കര നേരത്തെ ഈ വാർത്തയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ പി ജെയിംസ് ഈ പശ്ചിമേഷ്യയിലെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തെക്കുറിച്ച് നമ്മളുമായി സംസാരിക്കാൻ ചേരുന്നു. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. പി ജെയിംസ്, അടൂരിൽ ഇന്നലെ ഒരു ഫംഗ്ഷനിൽ പോയിരുന്നു. ഞാൻ പോയപ്പോൾ ഒരു നല്ല പ്രായം ചെന്ന ഒരു മനുഷ്യൻ, നമ്മുടെ 24 ഒക്കെ സ്ഥിരമായി കാണുന്ന ആൾ എന്നോട് ചോദിച്ചു, ഇന്നിപ്പോൾ പി ജെയിംസ് ആരോട് അടി വയ്ക്കുമെന്ന് ചോദിച്ചു. അതായത് നമ്മൾ തമ്മിൽ അടിയാണോ? അദ്ദേഹം വളരെ പോസിറ്റീവായി ചോദിച്ചാണ് പി ജെയിംസും താങ്കൾ തമ്മിലുള്ള. പക്ഷേ ഭൂരിപക്ഷം പ്രേക്ഷകരും കാണുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു അല്ല, അത് അദ്ദേഹം അടിവെക്കുന്നതെന്നാണ്. അദ്ദേഹം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. പി ജെയിംസുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ വളരെ നല്ലതാകുന്നു. പി ജെയിംസ് അനാഥമായി പോയി കാണുമല്ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചോളൂ. ഞാൻ പി അനാഥനാകൂ ഇത്രയും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അല്ലേ? പി ജെയിംസ്, അപ്പം പശ്ചിമേഷ്യയിലേക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുകയാണ് എന്ന് മാത്രമല്ല, ഇസ്രായേൽ ഈ മണിക്കൂറുകളിലും ആക്രമണം നടത്തി നിരവധി പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതിനിടയിൽ നമ്മൾ വലിയൊരു പ്രതീക്ഷ വെച്ചിരുന്നതാണ്, ഒരു വെടിനിർത്തലിനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഖത്തറും ഈജിപ്തും ഇടപെട്ട് ഇസ്രായേലും ഹമാസുമായും അമേരിക്കയുമായിട്ടൊക്കെ ചർച്ച നടത്തി. ഏതാണ്ട് അതിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ വന്ന് റിയാദിലെ വേൾഡ് എക്കണോമിക് ഫോറത്തിൽ പങ്കെടുത്തു. ജോർദനിൽ പോയി കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായിട്ട് നീണ്ട ചർച്ചകൾ നടത്തി. അതിൽ അമേരിക്കയുടെ പ്രധാന ആവശ്യം റഫേൽ ആക്രമണം നടത്തരുത്, ഗസയിൽ കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കാൻ സഹായിക്കണം, ഇസ്രായേൽ തടഞ്ഞു വയ്ക്കരുത്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ്. പക്ഷേ റഫേൽ ആക്രമണം നടത്തരുന്ന അമേരിക്കയുടെ ആവശ്യം ഇതുവരെ അംഗീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ചർച്ച പൊളിയാൻ ഒരു പ്രധാന കാരണം, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ പിന്തുണയ്ക്കുന്ന വലതുപക്ഷ തീവ്ര ക്യാമ്പ്, സിയോണിസ്റ്റുകളുടെ സംഘടനകൾ, ഘടകകക്ഷികൾ, അവർ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ്. വെടിനിർത്തൽ നടത്തിയാൽ ഞങ്ങൾ പിന്തുണ പിൻവലിക്കും. അതുകൊണ്ട് ഓരോ സമയം വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇസ്രായേൽ പ്രധാനമന്ത്രി വലിയ നിയമങ്ങളാണ് വെക്കുന്നത്. ഞങ്ങൾ വെടിനിർത്തൽ ഉണ്ടായാലും ഇല്ലെങ്കിലും റഫേൽ ആക്രമണം നടത്തും എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഹമാസ് വേറെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ പിന്മാറി. അപ്പോൾ ഫലത്തിൽ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിനുള്ള സാധ്യത വീണ്ടും മങ്ങിയിരിക്കുകയാണ്. ചർച്ചകൾ വീണ്ടും നടക്കുന്നുണ്ട്. ഖത്തറും ഈജിപ്തും ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും വിജയിക്കാതെ പോകുന്നതിൻ്റെ പ്രധാന കാരണം രണ്ട് പക്ഷത്തുമുള്ള പിടിവാശിയാണ്. അതിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വളരെ കർശനമായിട്ടുള്ള നിലപാടെടുത്തി അദ്ദേഹത്തിൻ്റെ കസേര രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിനിടയിൽ നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇസ്രായേൽ പാലസ്തീൻ അനുകൂലികൾ ക്യാമ്പസുകളിൽ ഏറ്റുമുട്ടുന്നത് ആദ്യമാണ്. കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് ഇവിടെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേൽ അനുകൂലികൾ കാലിഫോർണിയയിലെ ക്യാമ്പസിൽ കിടന്ന് മുഖംമൂടി ധരിച്ച് വെള്ള മുഖംമൂടിയുമായി വന്ന് അടിച്ചു താർക്കുകയായിരുന്നു പാലസ്തീൻ അനുകൂലികളെ. അതിനെതിരെ അവിടുത്തെ ഗവർണർ തന്നെ ഗാവിൻ ന്യൂസം വലിയ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ട് ഇത് ഇടപെടാൻ പോലീസ് വൈകിപ്പോയി, ഈ രീതിയിൽ അടിയിലേക്ക് എത്തിക്കാൻ പാടില്ലായിരുന്നു. അവിടെ മാത്രമല്ലല്ലോ, ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിഫോർണിയയുടെയും മിനിസോട്ട, ടെക്സാസ് തുടങ്ങി നിരവധി സർവകലാശാലകൾ ഇതേ ചൊല്ലി പ്രശ്നം നടക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വല്ലാത്ത തലവേദനയാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ അനുകൂലികളായിട്ടുള്ള അമേരിക്കക്കാർ ബൈഡനെതിരെ തിരിയുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം ഇസ്രായേൽ ഹമാസ് യുദ്ധം മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല, ഹൂതികൾ ഇപ്പോഴും ചെങ്കടലിൽ ആക്രമണം നടത്തുന്നുണ്ട്. അവർ നേരിട്ട് ഹിറ്റ് ചെയ്യുന്ന മിസൈലുകൾ സ്ഥാപിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ ലെബനനിൽ ഹെസ്ബുള്ളയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹെസ്ബുള്ള വല്ലാത്ത രീതിയിൽ ആക്രമണം നടത്തുന്നുണ്ട്. തിരിച്ച് ഇസ്രായേൽ ലെബനൻ്റെ താഴ്വരകളിൽ തീ തുപ്പുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇസ്രായേലും ഇറാനും തമ്മിൽ നേർക്കുനേർ വന്നിട്ടില്ല എന്നുള്ളത് മാത്രമാണ് പശ്ചിമേഷ്യയിൽ അത്യാവശ്യം നമുക്ക് ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉടനെ തീരുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ജെയിംസ്, ഇപ്പം നമ്മുടെ നാട്ടിൽ വല്ലാത്ത ചൂടാണ്, ചൂടനായിട്ട് മാറിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഗൾഫ് നാടുകളിൽ ഇപ്പോൾ കനത്ത മഴ തുടരുകയാണ്. ഗൾഫിലെ മിക്ക എമിറേറ്റ്സുകൾ, UAE പ്രത്യേകിച്ച് മിക്ക എമിറേറ്റ്സുകളിലും കനത്ത മഴ തുടരുന്ന ഇവിടെ ജാഗ്രതാ നിർദ്ദേശം, ഓറഞ്ച് അലർട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? ഈ അരുൺ പാറാട്ട് കുറച്ച് നേരത്തെ അദ്ദേഹം പറഞ്ഞു, എന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് മറ്റുള്ള അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഈ കാര്യത്തിൽ? UAE മാത്രമല്ല, സമീപ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ കനത്ത മഴയാണ്. അത് കുവൈറ്റിൽ തുടങ്ങി, പിന്നെ അത് പ്രധാനപ്പെട്ട ഇപ്പോൾ ബഹ്റിനിൽ, അതുപോലെ തന്നെ ഒമാനിൽ, ഖത്തറിൽ,
സൗദി അറേബ്യയിൽ വലിയ പ്രളയമായിരുന്നു. മദീനയിലൊക്കെ വല്ലാത്ത പ്രളയത്തിലെത്തി. അവിടെയൊക്കെ റോഡ് ഗതാഗതം താറുമാറായിരിക്കുകയാണ്. സൗദിയിൽ വന്നതിൻ്റെ പിറകെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു യു എയിലേക്ക് മഴ വരുന്നു. യു എയിൽ ഇന്ന് പുലർച്ചെ പെയ്ത മഴ അത് ആദ്യം അബുദാബി ഭാഗത്ത്, പിന്നെ ദുബായിൽ, മറ്റു പ്രദേശങ്ങളിൽ, ഷാർജയിൽ, അജ്മാനിൽ അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ അത് വലിയ പ്രളയമായി മാറിയതാണ്. ഇപ്പോഴും കനത്ത പേമാരി ഉണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അപ്പോൾ യു എയിൽ മാത്രമല്ല, തൊട്ടടുത്തുള്ള ഷാർജയിലും അജ്മാനിലൊക്കെ മഴയാണ്. 2 ദിവസമായിട്ട് സൗദിയിൽ കനത്ത മഴയാണെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. നമ്മൾ ഒരുപാട് മഴ കിട്ടുന്ന കേരളത്തിലൊക്കെ വറ്റി വരണ്ട് നമ്മളാകെ ചൂടിൽ നിൽക്കുമ്പോൾ അവിടെ നമ്മൾ മരുഭൂമി എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ഗൾഫ് രാജ്യങ്ങളിൽ, ചൂട് സഹിക്കാൻ വയ്യ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ പേമാരി പെയ്യുന്നു. അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം, ആഗോള താപനം ലോകത്തിലെ കാലാവസ്ഥാ ക്രമത്തെ തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് മലയാളികൾ യു എയിലും സൗദിയിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് ഞങ്ങളുടെ അവിടെ മഴയുണ്ട്, ഞങ്ങളുടെ അവിടെ മഴയുണ്ട്. എല്ലായിടത്തും ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ മഴയാണ്. മഴ നല്ലതാണ്, പക്ഷേ അതൊരു പ്രളയത്തിൻ്റെ തരത്തിലേക്ക് പെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. SKN, കഴിഞ്ഞ തവണ യു എയിൽ മഴ പെയ്തത് ഒറ്റ ദിവസം പെയ്ത മഴ 1 വർഷത്തേക്കുള്ള മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തോത്, ശക്തി എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെയാണ് പ്രളയം ഉണ്ടായിട്ടുള്ളത്. ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബാഷ്പീകരണം കൂടുകയും വലിയ മഴത്തുള്ളികളായിട്ട് അത് വലിയ പേമാരിയായിട്ട് പെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ പല പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുള്ളത്. ആഫ്രിക്കയിലും വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെ വാർത്തകൾ നമ്മൾ പറഞ്ഞതാണ്. കെനിയയിൽ 50-ലേറെ പേർ ആണ് മരണമടഞ്ഞത്, അണക്കെട്ട് പൊട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടത് വല്ലാത്ത രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. SKN. ഓക്കെ, പി ജെയിംസ്.